ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പ്ലസ് ടു ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറിയിൽ 77.81%, VHSCയിൽ 70.06. ED കൈക്കൂലി കേസ് 3 പ്രതികൾക്കും ജാമ്യം. മോദി സർക്കാരിൻ്റെ 1ാം വാർഷികം ഗംഭീരമാക്കാൻ മെഗാ റാലികളും പദയാത്രകളും പ്രത്യേക സമിതി രൂപീകരിച്ച് BJP. മലപ്പുറത്ത് ദേശീയപാത തകർന്ന സംഭവം കരാറുകാരനായ KRN കൺസ്ട്രക്ഷന് വിലക്ക്. എല്ലാ പരിധികളും ഫെഡറൽ തത്വങ്ങളും ലംഘിക്കുന്നു. EDക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം 26-ന് കണ്ണൂരിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 77.81% ഈ വർഷത്തെ വിജയ ശതമാനം. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 70.6%. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംസ്ഥാനത്താകെ 57 സ്കൂളിൽ 100% വിജയം കൈവരിച്ചു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിജയ ശതമാനം കൈവരിച്ചത്. ഏറ്റവും കുറവ് വിജയ ശതമാനം കാസർഗോഡും രേഖപ്പെടുത്തി. എല്ലാ വിഷയങ്ങൾക്കും 145 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ A+ നേടിയത്. ഹയർ സെക്കൻഡറിയിൽ കഴിഞ്ഞ വർഷം 78.69 ആയിരുന്നു വിജയ ശതമാനം. ഈ വർഷം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ആകെ 2002 സ്കൂളിൽ നിന്നും റെഗുലർ വിഭാഗത്തിൽ 3,70,642 പേരാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,88,394 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരീക്ഷ എഴുതിയ 1,481 വിദ്യാർത്ഥികളിൽ 1,048 പേരും വിജയിച്ചു. വിജയ ശതമാനം 70, 76, 72 പേർ എല്ലാ വിഷയങ്ങളിലും A+ നേടി. കേരള കലാമണ്ഡലത്തിൽ നിന്നും 56 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 45 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യരായി. വിജയ ശതമാനം 80.36. 2 വിദ്യാർത്ഥികളാണ് കലാമണ്ഡലത്തിൽ നിന്നും എല്ലാ വിഷയങ്ങളിലും A+ നേടിയത്. സ്കോൾ കേരള നിന്നും 28,561 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയപ്പോൾ 13,288 പേർ വിജയിച്ചു. വിജയ ശതമാനം 46.52. 447 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടി. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റിൽ ആകെ 33,807 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ 7,251 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയ ശതമാനം 21.45. എല്ലാ വിഷയങ്ങളിലുമായി ആകെ 4,34,547 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 2,20,224 പേർ ആൺകുട്ടികളും പെൺകുട്ടികളും 2,14,320 പേരുമാണ്. ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് മെയ് 27 വരെ അപേക്ഷിക്കാം. ഫൈനോടുകൂടി മെയ് 29 വരെയും അപേക്ഷ നൽകാം. ജൂൺ 23 മുതൽ 27 വരെ തീയതികളിലായാണ് പരീക്ഷ നടത്തുക. പുനർമൂല്യനിർണയം, ഫോട്ടോകോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 27-നാണ്. കേസൊതുക്കാൻ ED ഉദ്യോഗസ്ഥർ കശുവണ്ടി വ്യവസായിയിൽ നിന്ന് 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട് കേസിൽ 3 പ്രതികൾക്കും ജാമ്യം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ പ്രതികളായ തമന്നം സ്വദേശി വിൽസൺ, രാജസ്ഥാൻ സ്വദേശി മുരളി മുകേഷ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ എന്നിവർക്ക് ജാമ്യം അനുവദിച്ചത്. അടുത്ത 7 ദിവസം പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കസ്റ്റഡിയിൽ നീട്ടി നൽകണമെന്ന അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ കോടതി അംഗീകരിച്ചില്ല. കശുവണ്ടി വ്യവസായിയുടെ സ്ഥാപനത്തിന് വിറ്റുവരവ് കൂടുതലാണെന്നും വ്യാജരേഖയുണ്ടാക്കി പണം കൂടുതലും വിദേശത്താണ് വിനിയോഗിക്കുന്നതെന്നും കാണിച്ച് കൊച്ചിയിലെ ED ഡയറക്ടറേറ്റിൽ നിന്നും 2024 സമൻസ് ലഭിച്ചിരുന്നു. ഇതുപ്രകാരം ED ഓഫീസിൽ ഹാജരായ പരാതിക്കാരനോട് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കുരേഖകളും ആവശ്യപ്പെട്ടു. നൽകാത്ത പക്ഷം കേസെടുക്കുമെന്നും അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ED ഏജന്റ് എന്ന നിലയ്ക്ക് വിൽസൺ വ്യവസായിയെ ബന്ധപ്പെട്ടത്. ED ഓഫീസുമായുള്ള തന്റെ ബന്ധം തെളിയിക്കാൻ വീണ്ടും സമൻസ് അയപ്പിക്കാമെന്നും പറഞ്ഞു. മെയ് 14-ന് പരാതിക്കാരന് സമൻസ് ലഭിച്ചതായി വിജിലൻസ് പറഞ്ഞു. തുടർന്ന് വിൽസണും പരാതിക്കാരനും ED ഓഫീസിനടുത്തുള്ള റോഡിൽ നേരിൽ കണ്ടു. 50 ലക്ഷം രൂപ വീതം 4 തവണകളായി 2 കോടി രൂപ ആക്സിസ് ബാങ്കിന്റെ മുംബൈയിലെ അക്കൗണ്ടിൽ നൽകാനും 2 ലക്ഷം രൂപ നേരിട്ട് തന്നെ ഏൽപ്പിക്കാനും വിൽസൺ നിർദ്ദേശിച്ചു. 50,000 രൂപ കൂടി അധികമായി നൽകണമെന്നും പറഞ്ഞു. അക്കൗണ്ട് നമ്പറും നൽകി. ഇതിനു പിന്നാലെയാണ് വ്യവസായ വിജിലൻസിനെ സമീപിച്ചത്. എറണാകുളം വിജിലൻസ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. 3ാം മോദി സർക്കാരിന്റെ 1ാം വാർഷികം വിവിധ പരിപാടികളോടുകൂടി ഗംഭീരമായി ആഘോഷങ്ങളൊരുക്കി ഭാരതീയ ജനതാ പാർട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃപാടവത്തെ പ്രകീർത്തിക്കുകയാണ് ആഘോഷ പരിപാടികളുടെ BJP ലക്ഷ്യമിടുന്നത്.
പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മെഗാ റാലികളും പദയാത്രകളും പദ്ധതിയിട്ടിട്ടുണ്ട്. ആഘോഷ പരിപാടികളുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ പട്ടിക തയ്യാറാക്കുന്നതിനായി പാർട്ടി പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടുന്ന പ്രത്യേക സമിതിക്കും BJP രൂപം നൽകി കഴിഞ്ഞു. ജൂൺ 9-നാണ് മൂന്നാം മോദി സർക്കാരിന്റെ 1ാം വാർഷിക ദിനം. ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും 20 മുതൽ 25 കിലോമീറ്റർ വരെ കാൽനടയായി 2 ദിവസം കേന്ദ്രമന്ത്രിമാർ സഞ്ചരിക്കുന്ന പദയാത്രയാണ് പരിപാടിയിൽ പ്രധാനം. മന്ത്രിമാർ അവർ പ്രതിനിധീകരിക്കുന്ന മണ്ഡലങ്ങളിലാണ് പദയാത്ര നടത്തുക. ജില്ലാ മുതിർന്ന പാർട്ടി നേതാക്കളും പദയാത്രയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. നേതൃസ്ഥാനത്ത് 11 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി മോദി രാജ്യത്തുടനീളം റാലികൾ പങ്കെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. BJP സർക്കാർ വിജയകരമായി നടപ്പിലാക്കിയ ക്ഷേമ പരിപാടികൾ, ഓപ്പറേഷൻ സിന്ദൂർ, സർക്കാർ നിർണായക തീരുമാനമെടുത്ത ജാതി സെൻസസ് തുടങ്ങിയവയെ കുറിച്ച് പ്രധാനമന്ത്രിയും മറ്റു നേതാക്കളും ജനങ്ങളോട് സംസാരിക്കും. കൂടാതെ ജൂൺ 9-ന് പ്രധാനമന്ത്രി ഗ്യാൻ ഭാരത് മിഷൻ പദ്ധതിയുടെ ലോഞ്ചിങ് നിർവഹിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. രാജ്യത്തുടനീളം ചിതറിക്കിടക്കുന്ന 1 കോടിയോളം വരുന്ന കയ്യെഴുത്ത് പ്രതികളെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും സംരക്ഷിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് ഗ്യാൻ ഭാരത് മിഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ നിർണായക വിജയത്തോടെ ആയിരുന്നു 2024 ജൂൺ 9-ന് മോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ അധികാരമേറ്റത്. 2019 വീണ്ടും മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റി. 2024-ലെ തെരഞ്ഞെടുപ്പോടുകൂടി 3ാം തവണയും മോദി പ്രധാനമന്ത്രിയായി. ശില്പശാല സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് പ്രകൃതിയുമായുള്ള സൗഹൃദവും സുസ്ഥിര വികസനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച നയരൂപീകരണ ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനോത് പേപ്പാടത്ത് അധ്യക്ഷനായി. അഗ്നിവേശ സസ്യങ്ങളുടെ നിർമ്മാർജ്ജനവും നിയന്ത്രണവും, ഈന്തുമര സംരക്ഷണവും ആവശ്യകതയും എന്നീ വിഷയങ്ങളിൽ കണ്ണൂർ സാർസേദ് കോളേജ് ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ P. ശ്രീജ, മൊകേരി രാജീവ് ഗാന്ധി സ്കൂൾ അധ്യാപകൻ ഡോക്ടർ K. ദിലീപ് എന്നിവർ ക്ലാസ് എടുത്തു. ആസൂത്രണ സമിതി ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ശാസ്ത്രജ്ഞർ, BMC അംഗങ്ങൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞുതാണ സംഭവത്തിൽ കരാറുകാരായ KNR കൺസ്ട്രക്ഷനെ കേന്ദ്രം ഡീബാർ ചെയ്തു. ഇതിനൊപ്പം പദ്ധതിയുടെ കൺസൾട്ടന്റായി പ്രവർത്തിച്ച ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടിംഗ് എന്ന കമ്പനിക്കും വിലക്കുണ്ടാകും. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജർ അമർനാഥ് റെഡ്ഡിയെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ദേശീയപാത നിർമ്മാണത്തിന്റെ ടീം ലീഡറായ രാജ്കുമാർ എന്ന ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റേതാണ് നടപടി. തമിഴ്നാട്ടിലെ ടാസ്മാക് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന അന്വേഷണവും റെയ്ഡുകളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവും സുപ്രീം കോടതി നടത്തി. ഇഡി എല്ലാ പരിധികളും ഫെഡറൽ തത്വങ്ങളും ലംഘിക്കുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ടാസ്മാക് മദ്യ അഴിമതി സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഇഡിക്ക് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. മദ്രാസ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അഴിമതിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് 41 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ 2025-നാണ് ഇഡി അന്വേഷണത്തിന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ഈ ഉത്തരവിന് ശേഷം ഇഡി ഉദ്യോഗസ്ഥർ ടാസ്മാക് ആസ്ഥാനത്ത് റെയ്ഡ് നടത്തിയെന്നും കോർപ്പറേഷന്റെ MD-യും ഭാര്യയും ഉൾപ്പെടെവരെ കസ്റ്റഡിയിലെടുത്തെന്നും കോർപ്പറേഷനു വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി ചൂണ്ടിക്കാട്ടി. ജീവനക്കാരുടെ ഫോണുകളിലെ വിശദാംശങ്ങൾ കോൾ ചെയ്ത് ഇഡി ഉദ്യോഗസ്ഥർ കൊണ്ടുപോയതായും ഈ സ്വകാര്യതയുടെ ലംഘനമാണെന്നും റോത്തഗി ആവാദിച്ചു. തുടർന്നാണ് ഇഡിക്കെതിരെ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ച് രൂക്ഷ വിമർശനം നടത്തിയത്. 1000 കോടിയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് ഇഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു സുപ്രീം കോടതിയെ അറിയിച്ചു. തമിഴ്നാട് സർക്കാർ ഫയൽ ചെയ്ത ഹർജിയിൽ സുപ്രീം കോടതി ഇഡിക്ക് നോട്ടീസ് അയച്ചു. മറുപടി നൽകുന്നതിന് 2 ആഴ്ചത്തെ സമയമാണ് നൽകിയിരുന്നത്. കൊട്ടിയൂർ ഉത്സവം മുന്നൊരുക്ക അവലോകന യോഗം ചേർന്നു. കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉത്സവ മുന്നൊരുക്ക അവലോകന യോഗം ചേർന്നു. ജില്ലാ മെഡിക്കൽ
ഓഫീസർ ഡോക്ടർ പീയൂഷ് നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ഉത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയ്ക്കായി ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്ന നടപടികൾ, പ്രദേശത്തെ പൊതുജനാരോഗ്യ സംരക്ഷണത്തിനു വേണ്ടി സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്നിവ സംബന്ധിച്ച് DMO വിശദീകരിച്ചു. ജില്ലാ ആരോഗ്യവകുപ്പ് സംഘം കൊട്ടിയൂർ ഉത്സവ സ്ഥലം സന്ദർശിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്ന് DMO അറിയിച്ചു. പൊതുജനാരോഗ്യ സേവനത്തിനായി ആവശ്യമുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാരെ നിയോഗിക്കും. കൊട്ടിയൂർ മേഖലയിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് പകർച്ചവ്യാധി പ്രതിരോധത്തിനുള്ള നടപടികൾ ശക്തിപ്പെടുത്തും. ഉത്സവ സമയത്ത് പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച വിശദമായ സർക്കുലർ പുറത്തിറക്കുമെന്നും DMO അറിയിച്ചു. 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം 26-ന് കണ്ണൂരിൽ. മന്ത്രിസഭാ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അധ്യക്ഷതയിൽ 4 ജില്ലകളുടെ മേഖലാതല അവലോകന യോഗം 26-ന് തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ കണ്ണൂർ നായനാർ അക്കാദമിയിൽ നടക്കും. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ വിവിധ വികസന പദ്ധതികൾ യോഗത്തിൽ അവലോകനം ചെയ്യും. മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP, 4 ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ, മറ്റു ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പുസ്തകോത്സവം സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ വികസന സമിതി ജൂൺ 6 മുതൽ 9 വരെ കളക്ടറേറ്റ് മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ അധ്യക്ഷനായി. സെക്രട്ടറി PK വിജയൻ, ജോയിന്റ് സെക്രട്ടറി VK പ്രകാശിനി, വൈസ് പ്രസിഡന്റ് T പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡ് ഉദ്ഘാടനം 26-ന്. കല്യാശ്ശേരി, തളിപ്പറ മണ്ഡലങ്ങളിലെ കടന്നപ്പള്ളി, പാണപുഴ, ചപ്പാരപ്പടവ്, പരിയാരം ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പൊന്നുരുക്കിപ്പാറ കാരക്കുണ്ട് മടംതട്ട് റോഡിന്റെ ഉദ്ഘാടനവും മെയ് 26 ഉച്ചയ്ക്ക് 3 മണിക്ക് കാരക്കുണ്ടിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുമെന്ന് M വിജിൻ MLA അറിയിച്ചു. പൊന്നുരുക്കപ്പാറയിൽ ആരംഭിച്ച് മടത്തട്ടിൽ അവസാനിക്കുന്ന 12.118 കിലോമീറ്റർ നീളം വരുന്ന റോഡ് ആധുനിക നിലവാരത്തിൽ മെക്കാഡം ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതിനോ CRF പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19.90 കോടി രൂപയാണ് അനുവദിച്ചത്. നിലവിലുണ്ടായിരുന്ന റോഡ് വീതി 6 മുതൽ 8 വരെ മീറ്ററും ടാറിംഗ് 3.8 മീറ്ററുമായിരുന്നു. നിരന്തരമായ ശ്രമഫലമായി ഇരുവശത്തു നിന്നും സ്ഥലം സൗജന്യമായി ലഭ്യമാക്കി 10 മീറ്റർ വീതിയാക്കി 5.5 മീറ്റർ മെക്കാഡം ടാറിംഗ് നടത്തിയാണ് ഈ റോഡ് നവീകരിച്ചത്. നവീകരണത്തിന്റെ ഭാഗമായി ആവശ്യമായ ഭാഗങ്ങളിൽ കയറ്റം കുറയ്ക്കാൻ പ്രവൃത്തി, പഴയ കൾവർട്ടുകളുടെ വിപുലീകരണം, പുതിയ കൾവർട്ടുകൾ നിർമ്മിക്കൽ, റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി കോൺക്രീറ്റ് ഡ്രെയിനേജ്, പാർശ്വഭിത്തി നിർമ്മിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും പരിഷ്കരണ പ്രവൃത്തികളും ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. റോഡ് കടന്നു പോകുന്നതിൽ ഭാഗമായി റോഡിന്റെ അരികുകൾ തകരുന്നത് ഒഴിവാക്കുന്നതിനും റോഡിന്റെ ഇരുവശത്തുമുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കി ഭംഗിയായി നിലനിർത്താൻ കോൺക്രീറ്റ് ഷോൾട്ടർ പ്രവൃത്തി നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം നിരവധി ഇലക്ട്രിക് പോസ്റ്റുകളും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ആവശ്യമായ റോഡ് സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. തെർമോപ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള റോഡ് വരകൾ, രാത്രിയിൽ തെളിഞ്ഞ് കാണുന്ന തരത്തിലുള്ള റോഡ് സ്റ്റാറുകൾ, റിഫ്ലക്റ്റീവ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ ദിശാ ബോർഡുകൾ, ഓരോ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡുകൾ, സൈൻ ബോർഡുകൾ എന്നിവയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.